ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരും കാത്തിരിക്കുന്ന നയനിയുടെയും ആദർശിന്റെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് കിടന്നാലോ. അതിനു മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം. അതിനോടൊപ്പം തന്നെ മാക്സിമം എല്ലാവരും ഒരു ലൈക്ക് അടിച്ചിട്ട് വീഡിയോ കാണാൻ വേണ്ടി ശ്രദ്ധിക്കുക. അപ്പൊ തുടങ്ങുമ്പോൾ തന്നെ ഇന്ന് കാണിക്കുന്നത് നമ്മുടെ മൂർത്തി മുത്തശ്ശനെയും വസുന്ധര മുത്തശ്ശിയെയുമാണ്. അങ്ങനെ വസുന്ധര മുത്തശ്ശി പറയുകയാണ്, നയനമോള് പോയതിനു ശേഷം ഇവിടെ ഒരു രസവുമില്ല, അതുമല്ല ആഹാരത്തിനൊന്നും ഒരു ടേസ്റ്റും ഇല്ല, ഇവിടെ എന്തോ വീടാണെന്ന് പോലും തോന്നുന്നില്ല എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. അപ്പോഴത്തേക്കും മൂർത്തി മുത്തശ്ശൻ പറഞ്ഞു, അത് പിന്നെ എനിക്കും അങ്ങനെയൊക്കെ തന്നെ തോന്നിയത്. ഇവിടെ ഉള്ളവരൊക്കെ ഭക്ഷണം ഉണ്ടാക്കുന്നത് ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ കഴിച്ചോട്ടെ എന്ന് വെച്ചിട്ടൊന്നും അല്ല, അവരുടെ കടമകൾ ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. അല്ല, മോൾ എന്താ വീട്ടിൽ പോയി നിൽക്കുന്നതെന്ന് എനിക്ക് അറിയില്ലല്ലോ. അവിടെ എന്തായിരിക്കും? മോള് വീട്ടിൽ പോയി നിൽക്കുന്നത് അവിടെ കിട്ടുന്ന സുഖം എന്തായാലും ഇവിടെ കിട്ടില്ലല്ലോ, അതായിരിക്കും. ഞാൻ മോളെ ഇടയ്ക്ക് 2-3 തവണ വിളിച്ചിരുന്നു. മോളുടെ ശബ്ദത്തിലെ നല്ലൊരു വ്യത്യാസമുണ്ട്, എന്താണെന്ന് എനിക്ക് അറിയില്ല. എന്തു പറ്റിയെന്ന് ഞാൻ ചോദിച്ചായിരുന്നു. അപ്പൊ തണുപ്പായതുകൊണ്ട് ചെറിയ തൊണ്ടവേദനയും പനിയും ഒക്കെ ഉണ്ടെന്നാ പറഞ്ഞത്. എന്തൊക്കെയോ ഒരു അസ്വസ്ഥതയുണ്ട്. ഇനി ആദർശ മലയ്ക്ക് പോയിട്ട് വരുമ്പോഴേക്കും രണ്ടാള് രണ്ടിടത്ത് നിർത്താൻ വേണ്ടി എന്തെങ്കിലും അടവെടുക്കുവോ ഇനി ദേവയാനി? ഇനിയിപ്പൊ അങ്ങനെയൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല. ആദർശ് അതിനെ സമ്മതിക്കുന്നു തോന്നുന്നില്ല. ഇപ്പൊ തന്നെ ദേവയാനിയുടെ ബുദ്ധി നന്നായിട്ട് പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അവക്ക് മനസ്സിലാകും അവള് ചെയ്തൊക്കെ തെറ്റാണെന്ന്. അങ്ങനെ അവക്ക് മനസ്സിലാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെയാണെങ്കിൽ മരുമകളോട് സ്വന്തം വീട്ടിൽ പോയി നിൽക്കാൻ വേണ്ടി അവള് പറയുമോ? ഒരിക്കലും ഇല്ലല്ലോ. നയനമോളെ ദേവയാനിക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല, അതാ കുഴപ്പം. അപ്പോഴത്തേക്ക് നമ്മുടെ മൂർത്തി പറഞ്ഞു, അതൊക്കെ ശരിയാണ്. നവ്യക്ക് കൊടുക്കേണ്ട പാല ദേവയാനി കുടിച്ചത്. നവ്യമോൾ അത് കുടിച്ചിരുന്നെങ്കിൽ കൂടുതൽ അപകടം ഉണ്ടായേനെ, കുഞ്ഞു വരെ നഷ്ടപ്പെട്ടേനെ. വീട്ടിനകത്തുള്ളവർ തന്നെയാണ് പ്രതികള്. അത് നയനമോളല്ലെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. പിന്നെ ആരായിരിക്കും ആ പ്രതികളെന്ന് ഇതുവരെ നമുക്ക് കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടില്ല വസുന്ധരെ. അത് ആരാണെന്ന് കണ്ടുപിടിക്കുക തന്നെ ചെയ്യണം. പക്ഷെ അതെങ്ങനെ കണ്ടുപിടിക്കും? അതെവിടെ നിന്ന് തുടങ്ങും? അങ്ങനെ കണ്ടുപിടിച്ചാൽ അത് ആരായിരിക്കും? അത് ഈ വീട്ടിൽ എത്രത്തോളം പ്രശ്നമാകും എന്നൊന്നും അറിയാൻ പറ്റത്തില്ലാത്തൊരവസ്ഥ ഇപ്പം എന്നൊക്കെ ഇങ്ങനെ നമ്മുടെ മൂർത്തി പറയുകയാണ്. അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് നമ്മുടെ നയനയല്ല, സോറി, ആദർശിനെയാണ് കേട്ടോ. അപ്പൊ ആദർശ റൂമിനകത്തേക്ക് കയറി വന്ന് വാതിലിങ്ങനെ അടയ്ക്കുക. അപ്പോഴത്തേക്ക് നയനയില്ലാത്ത ആ ഒരു അവസ്ഥ ഒരിക്കലും നമ്മുടെ ആദർശിന് എന്താ പറയുക, ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല കേട്ടോ. അതുപോലെ ഒരു അവസ്ഥയാണ്. അപ്പൊ റൂമിലേക്ക് വന്നിങ്ങനെ വാതിലൊക്കെ അടച്ചു കഴിയുമ്പോഴത്തേക്കും നയന അവിടെ ഇല്ലാത്ത ആ ഒരു ഫീലിംഗ് ഉണ്ടാവുകയാണ്. അപ്പൊ നയന ഉണ്ടായിരുന്നപ്പോ ഇങ്ങനെ കൊലുസൊക്കെ ഇട്ട് കൊടുത്ത ആ ഒരു കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചിന്തിച്ചെടുക്കുകയാണ്. അപ്പോഴത്തേക്കും തന്നെ നയനെ വിളിച്ചിട്ട് ഫോൺ എടുത്തപ്പോഴത്തേക്കും നമ്മുടെ ആദർശ് പറഞ്ഞു, ഞാനിപ്പോ വിചാരിച്ചതേ ഉള്ളൂ നിന്നെ കുറിച്ച്. അപ്പൊ തന്നെ വിളി വന്നല്ലോ. അത് ഞാനിപ്പം വിചാരിച്ചായിരുന്നു ആദർശേട്ടൻ എന്നെ ഓർക്കുമായിരിക്കുന്നു. അല്ല നയനെ, ഇപ്പൊ നിനക്ക് എങ്ങനെയുണ്ട്? അത് പിന്നെ ഇപ്പൊ കുഴപ്പമൊന്നുമില്ല, പുറവൊക്കെ കരിഞ്ഞു തുടങ്ങുന്നു. അല്ല, നിനക്ക് എന്തെങ്കിലും അസ്വസ്ഥത ഉണ്ടെങ്കിലേ ഉടനെ തന്നെ വിളിക്കണം. അതിപ്പോ എത്ര പാതിരാത്രിയാണെങ്കിലും അപ്പൊ തന്നെ എന്നെ വിളിച്ചോണം. അതുപോലെ തന്നെ മരുന്നുകളൊക്കെ കൃത്യസമയത്തിൽ കഴിക്കണം. അതൊക്കെ ഞാൻ കഴിക്കുന്നുണ്ട് ആദർശേട്ടാ, അതൊന്നും ഓർത്ത് പേടിക്കുമൊന്നും വേണ്ട. പിന്നെ തണുപ്പാ, ഇനിയിപ്പം എല്ലാം എടുത്തു വെച്ചോണം കേട്ടോ. ഇൻഹെയിലറൊക്കെ, ശ്വാസം മുട്ടൽ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്, അത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം. അത് പിന്നെ നയന, ഇപ്പൊ നീ ഇല്ലാത്തത് എന്റെ ശ്വാസം മുട്ടല്. മലയ്ക്ക് പോയിട്ട് വാ, അപ്പോഴത്തേക്ക് ഞാൻ ആദർശേട്ടൻ്റെ അടുത്ത് എത്തൂല്ലോ. പിന്നെന്താ, ഹോസ്പിറ്റലിലേക്കൊക്കെ ഒരുപാട് അലഞ്ഞതല്ലേ, സുഖമായിട്ട് കിടന്ന് ഉറങ്ങാൻ നോക്ക്. സുഖമായിട്ട് കിടന്നുറങ്ങിയാലേ നല്ല ആശ്വാസം മനസ്സിന് കിട്ടത്തുള്ളൂ. ഇല്ലെങ്കിൽ ഇങ്ങനെ അസ്വസ്ഥത ആയിക്കൊണ്ടേ ഇരിക്കും. അതുകൊണ്ട് സുഖമായിട്ട് കിടന്നുറങ്ങിക്കോളാൻ ഇങ്ങനെ പറഞ്ഞു കേട്ടോ. ഏതായാലും അത് കഴിഞ്ഞ് ഫോൺ വെച്ചപ്പോഴത്തേക്ക് നമ്മുടെ കനകദുർഗ വന്നു. നയനോട് ചോദിച്ചു, ആദർശ് മോനാണോ വിളിച്ചത്? ഇപ്പം മോനും മോളുടെ ശബ്ദം കേൾക്കാതിരിക്കാൻ പറ്റാത്ത അവസ്ഥയായിട്ടുണ്ടല്ലേ? അതൊക്കെ ശരിയാ. ഓഫീസിൽ ചെന്നാലും ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വിളിച്ചോണ്ടൊക്കെ ഇരിക്കും. ഇതിനു മുമ്പ് ജോലി ചെയ്യാൻ തുടങ്ങിയാൽ മറ്റൊന്നും ശ്രദ്ധിക്കില്ലായിരുന്നു. മലയ്ക്ക് പോകുന്നത് കൊണ്ടാ, അല്ലെങ്കിൽ ആദർശന് ഇവിടെ വന്ന് നിന്നേനെ. സ്നേഹിക്കാൻ അറിയാവുന്നവനാ മോളെ ആദർശ്, അതുകൊണ്ട് തന്നെ ഒരുപാട് സ്നേഹിക്കും. പിന്നെ നിങ്ങൾ തമ്മിൽ തുടക്കത്തിൽ ഒരു പൊട്ടിത്തെറി ഉണ്ടായതുകൊണ്ടാ അന്ന് അങ്ങനെയൊക്കെ സംഭവിച്ചത്. ഇല്ലായിരുന്നെങ്കിൽ അന്ന് മുതലേ നിങ്ങൾ സ്നേഹത്തിലായേനെ. ഒരു കണക്കിന് അത് നല്ലതായെന്നാ തോന്നുന്നത്. പിന്നെ ആ ഒരു പ്രശ്നത്തിന്റെ തോത് കൂട്ടാൻ വേണ്ടി അമ്മ അടക്കം എല്ലാവരും അടുത്തുണ്ടായിരുന്നുവല്ലോ. ഇനി അങ്ങനെ ഒരു സ്വഭാവത്തിലേക്ക് ആദർശമായിട്ട് തിരിച്ചു പോകില്ലെന്നുള്ളൊരു വിശ്വാസം എനിക്കുണ്ട്, ഉറപ്പ് എനിക്കുണ്ട്. അഭിമോനും അങ്ങനെ തന്നെ പോയാൽ മതിയായിരുന്നല്ലേ മോളെ നയനെ? അങ്ങനെയാണെങ്കിൽ നവ്യമോളുടെ ജീവിതവും നന്നായേനെ. അന്നൊരു ദിവസം അഭിയുമായിട്ട് നവ്യ ഇവിടെ വന്നിട്ട് പോയിട്ട് വിളിച്ചിട്ടുമില്ല, വന്നിട്ടുമില്ല. എങ്കിലും അവർ സ്നേഹത്തോടെയല്ലേ ജീവിക്കുന്നത് ഇപ്പോഴും. അതുകൊണ്ട് ഒരു ആശ്വാസമുണ്ട്. പഴയ പോലെ ഒന്നും അല്ലല്ലോ, രണ്ടുപേരും നന്നായിട്ട് ജീവിക്കല്ലേ. അല്ല, മോൾ എന്താ ഒന്നും മിണ്ടാത്തത്? മോൾ എന്താ ഒരു അഭിപ്രായവും പറയാത്തത്? അത് പിന്നെ ഞാൻ എന്തു പറയാനാമേ, കുറച്ചു ദിവസമായിട്ട് ഞാൻ അവിടെ ഇല്ലല്ലോ, അതുകൊണ്ട് അവിടുത്തെ കാര്യമൊന്നും എനിക്കറിയില്ലല്ലോ. ഇനി അവര് തമ്മിൽ എന്തെങ്കിലും പിണക്കം ഉണ്ടായോ എന്ന് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ.
അവളിവിടെ വന്നപ്പോ ഞാൻ പ്രത്യേകം പറഞ്ഞതാ, ഇനി അവയ്ക്ക് എന്തെങ്കിലും പിടക്കം ഉണ്ടെങ്കിൽ അതൊന്നും കാര്യമാക്കാതെ പെട്ടെന്ന് എല്ലാം പരിഹരിച്ച് മുന്നോട്ടേക്ക് പോണെന്ന്. അവക്കും ഇച്ചിരി പിടിവാശി കൂടുതലാണല്ലോ. ആണുങ്ങൾക്ക് നല്ല മാറ്റം ഉള്ളപ്പം പെണ്ണുങ്ങളും ആ ഒരു സ്വഭാവം നിയന്ത്രിച്ച് വെക്കുന്നത് നല്ലത്. നവ്യമോളാണെങ്കിൽ ഒരു ബെല്ലും ബ്രേക്കും ഇല്ലാത്ത സ്വഭാവം അല്ലേ, അതാ ഈ അമ്മയ്ക്ക് പേടി നവ്യമോളെ കുറിച്ച് ഓർക്കുമ്പോ. ആ ഏതായാലും എല്ലാം നല്ലതുപോലെ നടന്നാ മതിയായിരുന്നു. പിന്നെ അഭിമോൻ നവ്യെ സ്നേഹിച്ചാലും അത് പാടില്ലാന്നും പറഞ്ഞ് ഒരുത്തി അവിടെ ഉണ്ടല്ലോ. ആ അവളും കൂടെ ഇപ്പം എല്ലാ പ്രശ്നവും ഉണ്ടാക്കുകയാണല്ലോ. ഞാൻ അവിടെ ഉണ്ടായിരുന്നപ്പം അവളെ ഒന്ന് വട്ടം കറക്കിയതായിരുന്നു. എല്ലാവരും മലയ്ക്ക് പോവല്ലേ അമ്മേ, അതുകൊണ്ട് നല്ലത് മാത്രമേ സംഭവിക്കത്തുള്ളൂ. പല മാറ്റങ്ങളും ഈ തവണത്തെ മലയ്ക്ക് പോക്കിന് ശേഷം ആ തറവാട്ടിൽ ഉണ്ടാകുന്ന എൻ്റെ ഒരു വിശ്വാസം. അങ്ങനെ എല്ലാ മാറ്റങ്ങളും വരട്ടെ, അത് തന്നെ ഈ അമ്മയുടെയും പ്രാർത്ഥന. മാറ്റങ്ങൾ വരണം, എങ്കിലേ എൻ്റെ നവ്യമോളുടെ ജീവിതം രക്ഷപ്പെടുകയുള്ളൂ. ഏതായാലും എൻ്റെ മോളുടെ കടമകളൊക്കെ ചെയ്യുന്നുണ്ടല്ലോ. സാധാരണ പെൺകുട്ടികള് ചെയ്യാൻ മടിക്കുന്ന കാര്യങ്ങളൊക്കെ ഒരു മടിയും കൂടാതെ എൻ്റെ മോള് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ദൈവം നിനക്ക് നല്ലൊരു ജീവിതം തരും. ഒരു പ്രതിഫലവും മോഹിക്കാതെയല്ലേ മോൾ ഇതൊക്കെ ചെയ്തത്. അപ്പൊ മോള് ദൈവം കൈവിടാതിരിക്കുവോ? നമുക്ക് വേണ്ടത് അവരുടെയൊക്കെ സ്നേഹം മാത്രം. ആ സ്നേഹം മാത്രം കിട്ടിയാൽ മതി. അത് ആദർശേട്ടൻ നമുക്ക് ഏറെ തരുന്നില്ലേ അമ്മേ? അവരൊക്കെ തരുന്നതിലേറെ. അതുപോലെ തന്നെ അഭിമോനിപ്പം നവ്യമോളോടുള്ള സ്നേഹത്തിനും മങ്ങളേക്കാതിരുന്നാ മതിയായിരുന്നു. നാളെ അവളും ഒരമ്മയാകില്ലേ. ആ സമയത്ത് അച്ഛന്റെ സ്നേഹം ആ കുഞ്ഞിന് കിട്ടിയില്ലെങ്കിൽ ആ കുഞ്ഞുങ്ങളെക്കാൾ കൂടുതൽ അവരുടെ അമ്മമാരെയാ അതിന് തളർത്തുന്നത്. ദേ മോക്കൊക്കെ അച്ഛന്റെ സ്നേഹം അമ്മയേക്കാൾ കൂടുതൽ കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മോക്കും നവ്യമോൾക്കും ഒക്കെ നല്ല ജീവിതമായിരുന്നു. ആ ഒരു ഭാഗ്യം നവ്യമോളുടെ കുഞ്ഞിനും നവ്യമോൾക്കൊക്കെ കിട്ടിയാൽ മതിയായിരുന്നു. ഇതൊക്കെ അമ്മയുടെ പ്രാർത്ഥന. ഈ വയസ്സാം കാലത്ത് ഇതൊക്കെ പ്രാർത്ഥിച്ച് അമ്മയ്ക്ക് എങ്ങനെയെങ്കിലും ജീവിതമൊക്കെ അങ്ങ് തീർക്കണം, അത് മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞ് അങ്ങ് പോവുകയാണ് കേട്ടോ കനകദുർഗ. പിന്നെ കാണിക്കുന്നത് നമ്മുടെ ദേവയാനീനെയാണ്. അപ്പൊ ദേവയാനീനെ നമ്മുടെ ആദർശും ജയിനും കൂടി ഇങ്ങനെ പിടിച്ച് ഐസിയുന്ന് വെളിയിലേക്ക് റൂമിലേക്ക് മാറ്റിയിട്ട് അങ്ങനെ പിടിച്ചിങ്ങനെ കിടത്താണ്. അപ്പൊ നമ്മുടെ ദേവയാനി പറയോ, ഓപ്പറേഷന് പോയപ്പോ സത്യം പറയാലോ, ജീവൻ തിരിച്ചു കിട്ടണമെന്നൊന്നും ഞാന് ആഗ്രഹിച്ചില്ല. മക്കൾക്ക് പറക്കം മുറ്റിയെന്ന് തോന്നിയാൽ പിന്നെ സ്വന്തം ജീവന് വേണ്ടി ഇങ്ങനെ പ്രാർത്ഥിക്കേണ്ട കാര്യമില്ലല്ലോ. അമ്മ എന്തിനാ അമ്മ ഇങ്ങനെയൊക്കെ പറയുന്നത്? എനിക്ക് അനസ്തേഷ്യ തരുന്നതിന് മുമ്പ് ഞാൻ ചിന്തിച്ചത് അത്രയും. ഞാന് വേറെ ഒന്നുമല്ല ചിന്തിച്ചത്, നയനയോടുള്ള സ്നേഹം. അതാ ഞാൻ ചിന്തിച്ചത്. നിങ്ങൾക്ക് നയനെ ഒരുപാട് ഇഷ്ടമാണല്ലോ. അതെനിക്ക് സഹിക്കാവുന്നതിലും അപ്പുറമായിരുന്നു. അത് മനസ്സിൽ ഇങ്ങനെ തികട്ടി വരികയായിരുന്നു. ഞാൻ ഐസിയിൽ കിടന്ന സമയത്ത് പോലും നിന്റെ അച്ഛൻ എന്നോട് വന്ന് പറയുന്നത് മരുമകളെ സ്നേഹിക്കണമെന്നാ. അതൊക്കെ കേട്ടിട്ടാണല്ലോ ഞാൻ ഓപ്പറേഷന് പോയത്. മലയ്ക്ക് പോകാന് അച്ഛനും ഒരു മാല ഇട്ടത് ഞാൻ നയനെ സ്നേഹിക്കാൻ വേണ്ടിയിട്ടായിരിക്കും അല്ലെ? ഇപ്പോഴും അത് തന്നെ ആയിരിക്കും നിങ്ങളുടെ മനസ്സിൽ, ഞാൻ നയനെ സ്നേഹിക്കണം. അങ്ങനെയുള്ളപ്പം നിങ്ങൾക്കിടയിലുള്ള എന്റെ പ്രാധാന്യം കഴിഞ്ഞു എന്നല്ലേ ഞാൻ മനസ്സിലാക്കേണ്ടത്. അങ്ങനെ ഒരു തിരിച്ചറിവ് ഉണ്ടായി കഴിഞ്ഞാലേ ജീവിക്കണമെന്ന് ആരും ചിന്തിക്കില്ല. സ്വന്തം ഭർത്താവിന്റെയും മകന്റെയും സ്നേഹം കിട്ടാതെ പിന്നെ എന്തിനാ ഈ ലോകത്ത് ഞാൻ നിൽക്കുന്നത്? എന്തിനാ ദേവയാനി നീ ഇതൊക്കെ ചിന്തിക്കുന്നത്? ഇപ്പൊ ഇതൊന്നും ചിന്തിക്കുകയല്ല ചെയ്യേണ്ടത്. അല്ല, ഞാൻ എന്റെ മനസ്സിലുള്ളത് പറഞ്ഞതേ ഉള്ളൂ. എന്നാ പിന്നെ കേട്ടോ, ഞാനേ ഒരു കാര്യം പറയാം. ഈ ഓപ്പറേഷൻ നടക്കുമ്പം ഏറ്റവും കൂടുതൽ പ്രാർത്ഥിച്ചത് നയനമോളാ. ഹേയ് അച്ഛാ, അതൊന്നും ഇപ്പൊ പറയണ്ട. ഇനിയിപ്പം അത് പറഞ്ഞ് അമ്മയുടെ പ്രഷർ കൂടും. അത് വേണ്ട. അമ്മയോട് ഇനിയിപ്പം നയനോട് കാര്യം ഒന്നും പറയണ്ട. ജീവിതത്തിൽ ഒരിക്കലും ഞാനും നിന്റെ അച്ഛനും തമ്മിൽ ഒരു അഭിപ്രായ വ്യത്യാസവും ഇതുവരെ ഉണ്ടായിട്ടില്ല. പക്ഷെ മരുമകളായി ഒരുത്തി വന്നതിന് ശേഷം ഏതു നേരവും തർക്കിക്കാനും സമയമുള്ളൂ നിനക്കും എന്റെ അച്ഛനും. പറഞ്ഞിട്ട് ഒരു കാര്യമില്ലല്ലോ. അവളെ എല്ലാവരും തലയുടെ മീതെ എടുത്തു വെച്ചിരിക്കുകയല്ലേ. തലയുടെ മീതെ എടുത്തു വെച്ചിരിക്കുക മാത്രമല്ല, അവളാണല്ലോ ഇപ്പൊ എല്ലാവരുടെയും ലോകം. അതുകൊണ്ട് ഞാനങ്ങ് പറഞ്ഞതേ ഉള്ളൂ എന്ന് പറയുകയാണ് കേട്ടോ. അപ്പൊ ഇത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് നമ്മുടെ ജാനകിനെയാണ്. അപ്പൊ ജാനകി അടുക്കളയിൽ ഓരോ പണിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോഴത്തേക്കാണ് അതില് നമ്മുടെ അനാമിക വരുന്നത്. അനാമിക ചോദിച്ചു, അല്ല അമ്മ ഇവിടെ എന്ത് ചെയ്യാ? അത് പിന്നെ ഞാൻ ഇഡലി ഉണ്ടാക്കുക. മോക്ക് എന്താ വേണ്ടത്? എന്തെങ്കിലും വേണോ? ഏയ് എനിക്കൊന്നും വേണ്ട, അമ്മ ഉണ്ടാക്കുന്ന എന്ത് ഞാൻ കഴിച്ചോളാം. അപ്പോഴത്തേക്കും നമ്മുടെ നവ്യ പെട്ടെന്ന് കയറി വന്നിട്ട് അതെ, എനിക്ക് വേണ്ടത് ഞാൻ പറയട്ടെ. അതെ, നിന്റെ ഇഷ്ടം ആരെങ്കിലും ചോദിച്ചോ? നിനക്ക് എന്തെങ്കിലും വേണമെങ്കിൽ നീ തന്നെ ഉണ്ടാക്കി കഴിക്കണം, അല്ലാതെ എനിക്ക് ഉണ്ടാക്കി തരാനൊന്നും പറ്റില്ല എന്ന് ജാനകി പറഞ്ഞു. എന്നിട്ട് ജാനകി പറഞ്ഞു, അല്ലെങ്കിൽ ഇവിടെ ഉള്ളത് കഴിക്കണം, അല്ലാതെ നിനക്ക് വേണ്ടി സ്പെഷ്യൽ ഉണ്ടാക്കാനൊന്നുമേ എന്നെ കിട്ടില്ല. അതിനല്ല ഞാൻ ഇവിടെ ജോലി ചെയ്യുന്നത്. അപ്പൊ പെട്ടെന്ന് നമ്മുടെ അനാമിക പറഞ്ഞു, അമ്മ എന്താ ഇവളുടെ വേലക്കാരിയാണോ?
എന്റെ വീട്ടിലായിരുന്നെങ്കിൽ എനിക്ക് ഇഷ്ടപ്പെട്ടതൊക്കെ എന്റെ അമ്മ ഉണ്ടാക്കി തന്നേനെ, പ്രത്യേകിച്ച് ഈ അവസ്ഥയില്. എങ്കിൽ പിന്നെ നീ പോയി നിന്റെ വീട്ടിൽ നിൽക്കുക, ഒരുത്തി അവിടെ നിൽക്കുകയല്ലേ, പിന്നെ നിനക്കെന്താ അങ്ങോട്ട് പോയാല്, അവിടെ പോയാല് നിനക്ക് വല്ല പ്രശ്നമുണ്ടോ? അല്ല പോകരുതെന്ന് പറഞ്ഞ് ആരെങ്കിലും പിടിച്ചിട്ടുണ്ടോ? പിന്നെ അമ്മ ഇവളെ എങ്ങനെ പോകാനാ? ഇവള് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കില് ദേ ഇവിടെ പിന്നെ തിരിച്ചു വരാൻ പറ്റുമോ? അതുമല്ല, ഇവളുടെ വീട്ടിൽ എന്നും കഞ്ഞിയും പയറും ആയിരിക്കും. അതിനെ എന്റെ വീട്ടില് നിന്റെ വീട്ടിലെ പോലെ കഞ്ഞികളല്ല ഉള്ളത്, ഉശിരായിട്ട് പണി ചെയ്യുന്ന പെണ്ണുങ്ങളാ ഉള്ളത്. അപ്പോഴത്തേക്കും നമ്മുടെ ജാനകി പറഞ്ഞു, എന്താടി നീ പറഞ്ഞത്? എന്റെ മോളെ കുറിച്ച് ധിക്കാരം പറയുന്നോ? അതെ, മര്യാദയ്ക്ക് മരുമകളോട് മിണ്ടാതിരിക്കാൻ പറ, ഇല്ലെങ്കിൽ ഞാൻ എനിക്ക് വായി തോന്നി ഇതൊക്കെ വിളിച്ചു പറയും. അപ്പോഴത്തേക്കും അനാമിക പറഞ്ഞു, നിനക്ക് ഇഷ്ടമുള്ളതേ നീ നിന്റെ അമ്മായിയമ്മയോട് ഉണ്ടാക്കി തരാൻ പറ, എനിക്ക് ഇഷ്ടമുള്ളത് എന്റെ അമ്മായിയമ്മ ഉണ്ടാക്കി തരും. അത് കണ്ടിട്ട് അസൂയപ്പെട്ടിട്ടും കുശുമ്പായിട്ടിരുന്നിട്ടും ഒന്നും കാര്യമില്ലടി. എന്റെ അമ്മായിയമ്മ ഇഷ്ടമുള്ള സംഭവങ്ങളൊക്കെ എനിക്ക് ഉണ്ടാക്കി തരും എന്ന് പറയുമ്പോ ജാനകി പറഞ്ഞു, അതെ, എന്റെ മോക്ക് ഇഷ്ടമുള്ളതെല്ലാം ഞാൻ ഉണ്ടാക്കി കൊടുക്കും. മോൾ ഒരു കാര്യം ചെയ്യാ, ഡൈനിങ് ടേബിളിൽ പോയി ഇരുന്നോ, മോക്ക് ഇഷ്ടമുള്ളതെല്ലാം ഡൈനിങ് ടേബിളിൽ കൊണ്ടുപോയി ഞാൻ കൊണ്ടുവന്നേക്കാൻ ഞാൻ, അല്ലാതെ ഇവക്ക് വേണ്ടി എല്ലാം ഉണ്ടാക്കി കൊടുക്കാൻ എനിക്കൊന്നും പറ്റില്ല എന്നിങ്ങനെ പറഞ്ഞു. അപ്പോഴാണ് അനാമിക പറഞ്ഞത്, എങ്ങനെയാ എല്ലാവരും ഇവളെയും ഇവളുടെ കുഞ്ഞിനെയും സ്നേഹിക്കുന്നത്? അബിയേട്ടന്റെ കുഞ്ഞാണെന്ന് അബിയേട്ടന് പോലും വിശ്വാസമില്ലല്ലോ, പിന്നെ എങ്ങനെയാന്ന് ചോദിച്ചപ്പോഴത്തേക്ക് നവ്യ പറഞ്ഞു, അല്ല നീ നിന്റെ അച്ഛന്റെ മോളാണെന്ന് നിന്റെ അച്ഛന് ഉറപ്പുണ്ടോ? അല്ല അങ്ങനെ ഉറപ്പുണ്ടെങ്കിൽ എന്റെ വയറ്റിലുള്ള കുഞ്ഞിന്റെ അച്ഛൻ അബിയാണെന്നുള്ള കാര്യം എനിക്ക് ഉറപ്പുണ്ട് എന്ന് പറഞ്ഞിട്ട് നവ്യ അങ്ങ് പോയി കേട്ടോ. നവ്യ ഇത് പറഞ്ഞത് കേട്ടതും അങ്ങോട്ട് നിന്ന് വിറച്ചു നമ്മുടെ അനാമിക. അപ്പൊ അനാമിക ജാനകിയോട് പറഞ്ഞു, അവള് കണ്ടില്ല പറഞ്ഞിട്ട് പോയത്, ഇതുകൊണ്ടാ ഞാൻ ഇങ്ങോട്ടേക്ക് വരാത്തത്. മോളെ, അവള് പട്ടിയെ പോലെ കിടന്ന് കുരയ്ക്കട്ടെ, അവൾ ഇങ്ങനെ ചുമ്മാ കുരയ്ക്കുള്ളൂ. അവൾക്ക് ഇഷ്ടപ്പെട്ടത് വേണമെന്ന് പറഞ്ഞിട്ട് ഞാൻ അവൾക്ക് ഉണ്ടാക്കി കൊടുക്കുന്നുണ്ടോ? ഇല്ലല്ലോ. മോക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ മാത്രമേ ഈ വീട്ടിൽ നടക്കാൻ പോകുന്നുള്ളൂ. അവള് ചുമ്മാ ജയിക്കാൻ വേണ്ടി എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറയും. അവക്ക് ഈ വായിക്ക് തോന്നുന്നത് കോതയ്ക്ക് പാട്ട് പോലെയാ. അവൾ എന്തെങ്കിലുമൊക്കെ പറയട്ടെ, മോൾ ആ കാര്യം മൈൻഡ് ചെയ്യേ വേണ്ടാന്ന് പറഞ്ഞ് നമ്മുടെ ജാനകി അനാമികനെ അങ്ങോട്ട് സന്തോഷിപ്പിക്കുകയാണ്. ഇതേ സമയമാണ് നമ്മുടെ ജലജ പത്രമൊക്കെ വായിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോഴത്തേക്കും നമ്മുടെ നവ്യ അങ്ങോട്ടേക്ക് ചെന്നിട്ട് കുളിയും ദേവാരവും ഒക്കെ കഴിഞ്ഞു എന്നിട്ട് പത്രം വായിച്ചോണ്ടൊക്കെ ഇരിക്കുകയാണോ? ദേ ഒന്ന് അടുക്കള കയറത്തില്ലേ? എനിക്ക് രാവിലെ വേണ്ടത് പുട്ടും കടലുക, എനിക്ക് അത് ഉണ്ടാക്കി തരണം. അത് പിന്നെ ജാനകി അടുക്കള കയറിയിട്ടുണ്ടല്ലോ, പിന്നെന്താ? അവരടുക്കള കയറുന്നത് അവരുടെ മരുമകൾക്ക് ഭക്ഷണം ഉണ്ടാക്കാനാ, അല്ലാതെ എനിക്ക് ഉണ്ടാക്കാനല്ല. എനിക്ക് വേണ്ടത് എനിക്കിഷ്ടമുള്ള ഭക്ഷണങ്ങൾ എന്റെ അമ്മായിയമ്മ ഉണ്ടാക്കി തരണം. അത് പിന്നെ നിനക്ക് കൈയും കാലും ഉണ്ടല്ലോ, പിന്നെന്താ നിനക്ക് ഉണ്ടാക്കിയാല്? ആ കൈയും കാലും കൊണ്ട് എനിക്കൊന്നും ഉണ്ടാക്കാൻ അറിയത്തില്ല, അത് ഞാനായിട്ട് ശീലിച്ചിട്ടുമില്ല. അപ്പൊ അതുകൊണ്ട് എനിക്ക് എന്റെ അമ്മായിയമ്മ ഭക്ഷണം ഉണ്ടാക്കി തരണം. അവളുടെ അമ്മായിയമ്മ അവളെ സൽക്കരിക്കുമ്പം എനിക്ക് ഭക്ഷണം ഉണ്ടാക്കി തരേണ്ട നിങ്ങളല്ലേ, വിഷമില്ലാത്ത ഭക്ഷണം എനിക്ക് വിളമ്പണം. അത് പിന്നെ നിന്റെ അനിയത്തി ഒരുത്തി ഉണ്ടല്ലോ നിനക്ക് ഇഷ്ടപ്പെട്ടതൊക്കെ ഉണ്ടാക്കി തരുന്നവള്, അവളോട് പറഞ്ഞൂടെ ഇവിടെ വന്ന് നിൽക്കാന്? അവൾ ഇവിടെ വന്ന് നിൽക്കുന്ന അവളുടെ അമ്മായിയമ്മയ്ക്ക് ഇഷ്ടമല്ലല്ലോ. ഹോസ്പിറ്റലിൽ കിടക്കുമ്പോഴും പറയുന്നത് നയനി ഇവിടെ നിൽക്കരുത് എന്നാ. ഓ, അതവൾക്ക് സൗകര്യമായല്ലോ. അങ്ങനെ ഒരു സൗകര്യം അവൾക്ക് ഉണ്ടാക്കി കൊടുത്തല്ലേ നിങ്ങൾ എല്ലാവരും കൂടെ ചേർന്ന്. അതുകൊണ്ടല്ലേ അവൾ ഇങ്ങോട്ട് വരാത്തത്. അവൾ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ആരെയും ശല്യപ്പെടുത്തില്ലായിരുന്നു, പ്രത്യേകിച്ച് എന്റെ അമ്മായിയമ്മനെ ശല്യപ്പെടുത്തില്ലായിരുന്നു. അവൾ ഉണ്ടാക്കുന്ന പോലെ നല്ല രുചികരമായ ഭക്ഷണം ഉണ്ടാക്കാൻ വേണ്ടി നിങ്ങൾക്ക് ആർക്കും അറിയത്തില്ല. അവൾ ഉണ്ടാക്കുന്നതൊക്കെ വെട്ടിവിഴുങ്ങാനല്ലേ നിനക്ക് അറിയത്തുള്ളൂ. എന്റെ പൊന്ന് നവ്യേ, ഇങ്ങനെ തരം താഴ്ന്ന് നീ സംസാരിക്കല്ലേ. അയ്യോ, നിങ്ങളെ പോലെയുള്ളവർ ഇങ്ങനെയല്ല, ഇതിലും തരം താഴ്ന്ന സംസാരിക്കേണ്ടത്. അതുപോലെ അല്ലേ അമ്മയുടെ മോന്റെ ഓരോ പ്രവർത്തികള്. എന്നെ നിങ്ങളുടെ മകൻ സ്നേഹിച്ചത് ആകെ ഒരേ ഒരു ദിവസം കൊല്ലുന്നതിന് മുമ്പ് കോഴികൾക്ക് തീറ്റ കൂടുതൽ കൊടുക്കൂലോ, അതുപോലെ അവൻ എന്നെ ഒരുപാട് സന്തോഷിപ്പിച്ചിരുന്നു ഒരു ദിവസം. അമ്മായി ആ പാല് കുടിച്ചില്ലായിരുന്നെങ്കിൽ ഞാൻ ആ പാല് കുടിച്ചേനെ. ഇപ്പം എന്റെ കുഞ്ഞ് എന്റെ വയറ്റിൽ ഉണ്ടാവില്ലായിരുന്നു. വരാനുണ്ടാകുന്ന ദുരന്തം മുന്നിൽ കണ്ട് അവൻ എന്നെ ഒന്ന് സ്നേഹിച്ചതാ. എന്റെ പൊന്നു നവ്യെ, നീ ഊഹിച്ചോരോന്ന് പറയാതെ. ഞാൻ ഊഹിക്കുന്നുമില്ല, ഞാനൊന്നും പറയുന്നുമില്ല. ഇപ്പൊ എന്റെ അമ്മായിയമ്മ സന്തോഷത്തോടെ ചെന്നിട്ട് പുട്ടും കടല ഉണ്ടാക്കിത്താ, അല്ലെങ്കിൽ ദേ അറിയാലോ. ദേ ഈ വീഡിയോ ഞാൻ ഇവിടെ മൊത്തം കാണിക്കും. അല്ല നവ്യ, ഈ വീഡിയോ വെച്ച് നീ എന്നെ എത്ര നാള് ബ്ലാക്ക്മെയിൽ ചെയ്യും? ഇത് കാണിക്കേണ്ടവരെ കാണിക്കുന്നത് വരെ. ഒരു ദിവസം ഇതെല്ലാവരെയും നീ കാണിച്ചോട്ടെന്ന് ഞാനങ്ങ് കരുതും. അതുവരെ ഇതിന് ആയുസുള്ളടി, അത് നീ കരുതിക്കോ എന്നും പറഞ്ഞുകൊണ്ട് ജലജ അകത്തേക്ക് അങ്ങ് കയറി പോയിട്ടോ. ഇതേ സമയം നമ്മുടെ അഭിനെ കാണിക്കണം. അഭി ഫോണിൽ എന്തൊക്കെയോ കുത്തി പറിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങോട്ടേക്ക് ജലജ ചെന്നിട്ട്, എന്തുവാടാ നീ ഫോണിൽ കളിച്ചോണ്ടിരിക്കുന്നത്? രാവിലെ എണീറ്റ് പൂജാമുറി കയറി തൊഴ്, എന്നിട്ട് അമ്പലത്തിൽ പോയി നൊഴിയാബാധയായി നിന്റെ ഭാര്യ പോകാൻ വേണ്ടി പ്രാർത്ഥിക്കുക. അത് പിന്നെ ഡിസംബർ ഭയങ്കര തണുപ്പാ, അത് പിന്നെ രാവിലെ കുളിക്കാനൊന്നും എനിക്ക് പറ്റില്ലമ്മേ. പിന്നെ എന്തിനാടാ നീ മാല ഇട്ടത്? എല്ലാവരും ഇട്ടപ്പോ ഞാനും ഇട്ടു, അത്ര തന്നെ. അതെന്തെങ്കിലും ആകട്ടെ, ആ സാധനത്തെ എത്രയും പെട്ടെന്ന് ഇവിടെ ഓടിക്കണം. നിന്റെ ഭാര്യനെ, അവളുണ്ടല്ലോ എന്റെ തല തിന്നുവ തല. അവൾ എനിക്ക് എന്തൊക്കെ പണിയാ തരുന്നതെന്ന് അറിയാമോ? എനിക്ക് ആഗ്രഹം ഇല്ലാഞ്ഞിട്ടാണോ അമ്മേ? പക്ഷെ അവൾ ഓടുന്നില്ലല്ലോ. അവള് കാരണം ഞാനിവിടെ ഓടിക്കൊണ്ടിരിക്കുക. അവൾക്ക് ഇഷ്ടപ്പെട്ടതൊക്കെ ഞാനിവിടെ ഉണ്ടാക്കി കൊടുക്കണം. ഇനി ഉണ്ടാക്കി കൊടുത്തതിന് ടേസ്റ്റ് ഇല്ലെങ്കിലോ വീണ്ടും ഉണ്ടാക്കി കൊടുക്കേണ്ടി വരും. വല്ലാത്തൊരു തലവേദനയായി പോയി ഇത്.
ഓ, എന്തൊരു വിധിയാ ഇത്! എന്തൊക്കെ ഞാൻ അനുഭവിച്ചാലാ. നയനെ ഇവിടെ നിന്ന് ഓടിച്ചാല് അമ്മയ്ക്കോ അമ്മായിയന്മാർക്കൊക്കെ ഭയങ്കര എളുപ്പമായിരുന്നല്ലോ. അവര് പോയത് കൊണ്ടാ ഇപ്പൊ എല്ലാവർക്കും അടുക്കള കിടന്ന് കഷ്ടപ്പെടേണ്ടി വരുന്നത്. അപ്പം അവളെ ഇങ്ങോട്ടേക്ക് വിളിച്ചു വരുത്തരുതാണോ നിന്റെ ആഗ്രഹം? അങ്ങനെ ആഗ്രഹമൊന്നുമില്ല. പിന്നെ നിങ്ങൾ ഇതൊക്കെ പറഞ്ഞത് കൊണ്ട് അങ്ങ് പറഞ്ഞതാ. പിന്നെ ഒരു കാര്യം സത്യസന്ധമായിട്ട് പറയാം, അവരുണ്ടാക്കുന്ന ഭക്ഷണം അത് അടിപൊളിയാ. ഓ, എന്നു മുതലാണ് നീ അവളെ പുകഴ്ത്താൻ തുടങ്ങിയത്? അല്ല, ഞാൻ പുകഴ്ത്തിയതൊന്നുമല്ല, അത് അമ്മയ്ക്കും അറിയാവുന്ന കാര്യം തന്നെയല്ലേ. അവരിവിടുന്ന് മാറി നിൽക്കുമ്പം അമ്മയ്ക്കല്ലേ കഷ്ടപ്പാട്, അതുപോലെ അമ്മായിക്കും കഷ്ടപ്പാടുണ്ടല്ലോ. പിന്നെ വേണമെങ്കിൽ ജാനകി അമ്മായിനെ സഹായിക്കാന് അമ്മയ്ക്കും അടുക്കള കയറേണ്ടി വരില്ലേ? ഹാ, ആദർശം അവളെ വെറുത്തിരുന്നെങ്കിൽ ഒരു ജോലിക്കാരിയായിട്ട് അവളെ ഇവിടെ നിർത്തായിരുന്നു. പക്ഷേ ഇപ്പൊ ആദർശം അവളെ സ്നേഹിച്ചു പോയില്ലേ. അവിടെയാ സത്യം പറഞ്ഞാൽ ഞങ്ങളെല്ലാം പെട്ടുപോയത്. അവൾ ഇവിടെ ഉണ്ടെങ്കിൽ നീ പറയുന്നത് പോലെ അടുക്കള കയറി എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി തന്നേനെ, നമുക്ക് കയറേണ്ട കാര്യമില്ലായിരുന്നു. നിന്റെ ഭാര്യനെ ഇപ്പൊ സഹിക്കാൻ വയ്യാത്തത്. അവക്ക് പാചകം അറിയത്തില്ല. ആരെങ്കിലും പാചകം മുന്നിൽ കൊണ്ടുവച്ചാല് കഴിക്കും, അത് മാത്രം അറിയാം. എന്ത് ചെയ്യാനാ അമ്മേ? ഇപ്പൊ അമ്മായിയുടെ സ്ഥാനത്ത് അവളല്ലായിരുന്നു ഹോസ്പിറ്റലിൽ കിടക്കേണ്ടത്. അങ്ങനെയായിരുന്നെങ്കിലേ നമ്മൾ രക്ഷപ്പെടുമായിരുന്നു. ഹോസ്പിറ്റലിൽ നിന്ന് പിന്നെ അവള് തിരിച്ചു വരില്ലായിരുന്നു. ഇതിപ്പോ സകല പ്രതീക്ഷയും പോയൊരു ഇതാ. അനാമികയും വന്നല്ലോ, ഇനി അവളെ ചൂട് പിടിപ്പിച്ചാ മതിയിടാ. അവളും അവളുടെ അച്ഛനും അമ്മയും ചേർന്ന് നിന്റെ കെട്ടികളെ പുകച്ച് വെളിച്ചാടിക്കും. അല്ലെങ്കിൽ അവളുടെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിനെ കളഞ്ഞോളും. ആ ദിവസത്തിന് വേണ്ടി കാത്തിരിക്കും. അമ്മ ഒന്ന് പതുക്കെ പറയുന്നുണ്ടോ? ഇവിടെ വെച്ച് ഇങ്ങനെ ഒന്നും സംസാരിക്കരുത്. അവൾ ചിലപ്പോ എവിടെയെങ്കിലും മറിഞ്ഞിരിക്കും. അങ്ങനെ മറിഞ്ഞു നിന്ന് എന്തെങ്കിലും കേട്ടാനുണ്ടല്ലോ, ഇന്നത്തെ ദിവസം മുഴുവൻ അവൾ എന്നെ ജോലി എടുപ്പിച്ച് കൊല്ലും. ഞാൻ മടുത്തു, ഈ ജീവിതം ഞാൻ വെറുത്തു. അവ സ്നേഹിച്ച് കെട്ടിക്കൊണ്ട് വന്നിരിക്കുന്നു ഭൂലോക തരികടയായി ഒരുത്തിനെ. എങ്ങനെ തോന്നിയിട നിനക്ക് അവളെ ഇങ്ങോട്ട് കെട്ടിക്കൊണ്ട് വരാന്? ഹോ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ജലജ അങ്ങ് പോയി. നമ്മുടെ അഭി ഇങ്ങനെ ആലോചിച്ച് പറക്കി നിൽക്കുകയാണ് ഇനി എന്ത് ചെയ്യുന്നോർത്ത്. ഇതേ സമയം നമ്മുടെ ജാനകി നേരെ വസന്തരയുടെയും മൂർത്തി മുത്തച്ഛന്റെയും അടുത്ത് ചെന്ന് ചായയൊക്കെ കൊടുക്കുക. അപ്പം നമ്മുടെ വസന്തര പറഞ്ഞു, അതെ, നവ്യമോൾ എന്തെങ്കിലും ഇഷ്ടം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നീ അതൊക്കെ ഉണ്ടാക്കി കൊടുക്കണം കേട്ടോ. അങ്ങനെയല്ല ഉണ്ടാക്കി കൊടുക്കേണ്ടത്. അത് പിന്നെ അവളുടെ ഇഷ്ടം മാത്രം നോക്കിയോ മതിയോ അമ്മേ? ഇവിടെ എനിക്കൊരു മരുമകളില്ലേ. ആ കൊച്ചാണെങ്കിൽ ആകെ ശ്വാസം മുട്ടിയ പോലെയാ ഇവിടെ കഴിയുന്നത്, അറിയാലോ. അതുകൊണ്ട് അവക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കൊടുക്കണ്ടേ, നല്ല ഫുഡെങ്കിലും ഉണ്ടാക്കി കൊടുക്കണ്ടേ, സമാധാനം ഇല്ലെങ്കിലും. അല്ല, അനാമിക മോൾക്ക് അമ്മായിയമ്മ എന്ന നിലയിൽ നല്ല ഫുഡ് ഉണ്ടാക്കിയൊക്കെ കൊടുക്കുന്നത് നല്ല കാര്യം തന്നെയാ. പക്ഷെ വേറെ ഒരു കാര്യം എനിക്ക് പറയാനുണ്ട്. അതിനോടൊപ്പം തന്നെ അവളെ ഇടയ്ക്കിടയ്ക്ക് അടുക്കളയിൽ കയറ്റുകയും പണി പഠിപ്പിക്കുകയും ഒക്കെ ചെയ്യണം. അപ്പൊ മൂർത്തി മുത്തശ്ശനും പറഞ്ഞു, അതെ, പെൺകുട്ടികൾ പാചകം പഠിച്ചിരിക്കുന്നത് നല്ലതാ. പെൺകുട്ടികൾ പാചകം പഠിച്ചിരിക്കണം. എന്നിട്ട് അമ്മയാകാൻ പോകുന്നവള് അടുക്കളയുടെ പരിസരത്ത് പോലും വരുന്നില്ലല്ലോ. അവക്ക് പാചകമേ ഇഷ്ടമല്ലല്ലോ, അവക്ക് വാചകം മാത്രം ഇഷ്ടം. അല്ല, അവൾ അങ്ങനെയായി പോയതുകൊണ്ട് നിന്റെ മരുമകളും അങ്ങനെ ആകണം എന്നാണോ പറയുന്നത്? അല്ല, അനാമികമോള് ഒരു തരത്തിലും കഷ്ടപ്പെടുത്തരുതെന്ന് അവളുടെ അച്ഛനും അമ്മയും പറയുന്നത്. അല്ല, നീ അവളുടെ അച്ഛനും അമ്മയും പറയുന്നതാണോ കേൾക്കേണ്ടത്? നീ അവളുടെ ഭർത്താവിന്റെ അമ്മയാ. അപ്പൊ അവളുടെ വീട്ടുകാര് പറയുന്നത് അനുസരിച്ച് നടക്കേണ്ടവളല്ല നീ. അല്ല, എന്തൊക്കെ പറഞ്ഞാലും ഈ വീട്ടിന്റെ അന്തസ്സിന് അനുസരിച്ചുള്ള ഒരു മരുമകളെയല്ലേ എനിക്ക് കിട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് അവളെ ചെറിയ ചെറിയ കാരണങ്ങളൊന്നും പറഞ്ഞ് വിഷമിപ്പിക്കാൻ എനിക്കാവില്ല. എന്റെ ഭാഗ്യവും സത്യം പറഞ്ഞ എന്റെ മരുമകള്. എന്റെ പൊന്നു ജാനകി, മരുമകളെ സ്നേഹിക്കില്ലെന്ന് ഇവിടെ ആരും പറഞ്ഞിട്ടില്ല. എന്ന് വെച്ച് നമ്മളെല്ലാവരും എല്ലാ കാലവും നമ്മുടെ മരുമക്കളുടെ കൂടെ ഉണ്ടാവുമെന്ന് തോന്നുന്നുണ്ടോ? അന്ന് അവർക്ക് സ്വന്തമായിട്ട് ജീവിക്കാനുള്ള കഴിവും പ്രാപ്തിയും ഒക്കെ ഉണ്ടായിരിക്കണം. അങ്ങനെ കഴിവും പ്രാപ്തിയൊക്കെ ഉണ്ടാകണമെങ്കിൽ പറഞ്ഞു കൊടുക്കേണ്ട കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക തന്നെ ചെയ്യണം. അത് ഇപ്പോഴേ പറഞ്ഞു കൊടുക്കണം. അതുകൊണ്ടാണ് ഞാനും ഇദ്ദേഹം അങ്ങനെ നിനക്ക് പറഞ്ഞു തരുന്നത്. അപ്പൊ മൂർത്തി പറഞ്ഞു, ആരുടെയും ഉപദേശം കേട്ടിട്ടല്ലല്ലോ നയനമോൾ ഇവിടെ ഓരോന്ന് ചെയ്യുന്നത്. കണ്ടറിഞ്ഞാണ് ആ കുട്ടി വീട് നോക്കുകയും പാചകം ചെയ്യുകയും എല്ലാ കാര്യവും ഒക്കെ ചെയ്യുന്നത്. ആഹാരം വെച്ച് വിളമ്പുമ്പം അതിനൊന്നും കണക്ക് പറഞ്ഞിട്ടില്ല. അവളെ ആരും സഹായിക്കാനില്ല എന്നും അവള് പറഞ്ഞിട്ടില്ല. അതുപോലെ നല്ല കാര്യമാണ് ആ മോള് ചെയ്യുന്നത്. മോള് വീട് വിട്ട് പോകുമ്പോഴാ ഈ വീട്ടില് അടുക്കളപ്പണിക്ക് കണക്ക് പറച്ചിലൊക്കെ തുടങ്ങുന്നത്. അത് ശരിയാ ഇദ്ദേഹം പറയുന്നത്. അദ്ദേഹം പറയുന്നത് കറക്റ്റായ കാര്യമാ. ഇപ്പോഴല്ലേ നിങ്ങൾക്ക് ഇത് പ്രയാസമുള്ള ജോലിയായിട്ട് തോന്നുന്നത്? ഏയ്, അങ്ങനെയൊന്നും ഇല്ലമ്മേ. ഇവിടെ ആർക്കും ഇത് പ്രയാസമുള്ള ജോലിയായിട്ടൊന്നും തോന്നുന്നില്ല. ഇനി ആ പേരും പറഞ്ഞ് അവളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരണ്ടേ. ഇപ്പോഴിവിടെ സ്വസ്ഥതയും സമാധാനവും ഉണ്ട്. അതുകൂടെ നഷ്ടപ്പെടാനാണോ ഇനിയിപ്പം അമ്മയും അച്ഛനും കൂടെ ചേർന്ന് അവളെ ഇങ്ങോട്ടേക്ക് വിളിച്ചുകൊണ്ട് വരാൻ വേണ്ടി നിൽക്കുന്നത്? ഇവിടെ ഇപ്പം ഒരു ശാന്തതയും സ്വസ്ഥതയും സമാധാനവും ഉണ്ട്. അത് നിങ്ങളായിട്ട് കളയരുത്. അച്ഛനോടും അമ്മയോടും എനിക്ക് ഇത് മാത്രമേ പറയാനുള്ളത് പറഞ്ഞിട്ട് ജാനകി അങ്ങ് ഇറങ്ങിപ്പോയിട്ടോ. മുത്തച്ഛനും മുത്തശ്ശിക്കും അങ്ങ് എന്തോ പോലെ ആയി പോയിട്ടോ ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും. കാരണം ഇവരുടെയൊക്കെ മനസ്സിൽ ഇതാണല്ലോ എന്ന് ഓർത്തിട്ട് വല്ലാത്തൊരു വിഷമം. അപ്പൊ ഈ ഒരു സീൻ കാണിച്ചിട്ടാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത്. അപ്പൊ എല്ലാവരും കാത്തിരിക്കുക. അടുത്ത ഒരു അടിപൊളി വിശേഷവുമായിട്ട് കാണുന്നവരെല്ലാവർക്കും ടാറ്റാ, ബൈ ബൈ.